ഇന്ന് നമ്മൾ 5ൽ അവസാനിക്കുന്ന ഒരു നമ്പറിൻ്റെ സ്ക്വയർ എങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാമെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണിത്. ഒരുപാട് പ്രോബ്ലങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള ഐഡിയ ആണ്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. 25 സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കുന്നത് വിചാരിക്കും. നമുക്കറിയാം 25 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് ഏതാ 5 ആണ്, അല്ലെങ്കിൽ യൂണിറ്റ് പ്ലേസ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഈ നമ്പർ എൻഡ് ചെയ്യണത് 5ലാണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ 25 സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് 25 സ്ക്വയർ എന്ന് പറഞ്ഞ നമ്പറിൽ നമുക്കറിയാം ലാസ്റ്റ് ഡിജിറ്റ് 5 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് 25. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എൻഡ് ചെയ്യണത് ഏതിലായിരിക്കും വരിക 25ലാവും. അതായത് ഒരു നമ്പർ 5ലാണ് അവസാനിക്കണമെങ്കിൽ അതിൻ്റെ സ്ക്വയർ വർഗം അത് 25ലായിരിക്കും അവസാനിക്കുക. അപ്പോൾ അവസാനത്തെ 2 ഡിജിറ്റ് ഓൾറെഡി നമുക്കറിയാം എത്രയായിരിക്കും വരിക 25. ഇനി കിട്ടിയത് 5ൻ്റെ സ്ക്വയർ എത്രയാ 25. ഇനി അതിൻ്റെ തൊട്ട് മുന്നത്തെ ഡിജിറ്റ് ഏതാന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഇങ്ങനെയാണ് ആലോചിക്കേണ്ടത്. ഇവിടെ 5ൻ്റെ തൊട്ട് മുന്നേ വരണ നമ്പർ അല്ലെങ്കിൽ 10th പ്ലേസ് എന്ന് പറയും അല്ലേ, അതിൽ വന്നിട്ടുള്ള നമ്പർ ഏതാ 2. ആ 2 കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇൻറ്റീജർ അല്ലെങ്കിൽ നെക്സ്റ്റ് നാച്ചുറൽ നമ്പർ സംഖ്യ ഏതാ 3 ആണ് അല്ലേ, അതുകൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 2 കഴിഞ്ഞാൽ വരുന്ന അടുത്ത നമ്പർ ഏതാ 3. അപ്പോൾ 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. വാട്ട് ഈസ് 2 into 3 എന്ന് പറഞ്ഞാൽ 6. അതിവിടെ എഴുതാം. സോ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ 625. വളരെ സിമ്പിളായിട്ട് 2-3 സെക്കൻഡ് കൊണ്ട് നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. അതുകൊണ്ട് ഞാൻ പറയാം, ആദ്യം ചെയ്തത് 5 ഇവിടെ വന്നുകൊണ്ട് 5ൻ്റെ സ്ക്വയർ ഏതാ 25 എഴുതി. നെക്സ്റ്റ് ഇവിടെ നമ്പർ ഏതാ 2, 10th പ്ലേസിലെ നമ്പർ 2 ആണ്. 2 കഴിഞ്ഞ് വരുന്ന അടുത്ത ഡിജിറ്റ് അടുത്ത നാച്ചുറൽ നമ്പർ ഏതാ 3 ആണ്. അപ്പോൾ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 3 എന്ന് പറഞ്ഞാൽ എത്രയാ 6. അത് തൊട്ട് മുന്നേ എഴുതി കഴിഞ്ഞാൽ ഇതായിരിക്കും അതിൻ്റെ ഫൈനൽ ആൻസർ വരിക 625. അപ്പോൾ സ്ക്വയർ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. 5ൽ അവസാനിക്കുന്ന ഒരു നമ്പറിൻ്റെ സ്ക്വയർ കാണാൻ 2-3 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ പറയാം. 45 സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു നമ്പറാണെന്ന് വിചാരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 45ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കും. ഇവിടെ നമുക്ക് ആലോചിക്കാം, ഇവിടെ 5 ആണ് ലാസ്റ്റ് ഡിജിറ്റ് അല്ലേ. ആ 5ൻ്റെ സ്ക്വയർ ഞാൻ പറഞ്ഞ ഒരു നമ്പർ 5ൽ അവസാനിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്വയർ ഏതിലായിരിക്കും അവസാനിക്കുക 25ലാണ്. ഒരു ഡൗട്ടും വേണ്ട. ഏതൊരു ടേം ആയിരുന്നാലും 5ൽ അവസാനിക്കുന്നുണ്ടെങ്കിൽ ആ നമ്പറിൻ്റെ സ്ക്വയർ എപ്പോഴും 25ലായിരിക്കും എൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 5 ആയതുകൊണ്ട് ഇവിടെ അവസാനം എന്ത് എഴുതി 25 എന്ന് എഴുതി. തൊട്ട് മുന്നേയുള്ള നമ്പർ 10th പ്ലേസിൽ കിടക്കുന്ന നമ്പർ ഏതാ 4. 4 കഴിഞ്ഞ് വരുന്ന അടുത്ത ഡിജിറ്റ് അല്ലെങ്കിൽ അടുത്ത നമ്പർ ഏതാ 5 അല്ലേ, നാച്ചുറൽ നമ്പർ എടുക്കുകയാണെങ്കിൽ 4 into 5 എന്ന് പറഞ്ഞാൽ എത്രയാ 20. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും വരിക 20 എന്ന് എഴുതാം. സോ വാട്ട് വിൽ ബി ദ ആൻസർ 45ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും വരിക 2025. ദിസ് ഈസ് ദ വേ ടു ഡു. വെരി സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. 5ൽ അവസാനിക്കുന്ന ഏത് നമ്പറിൻ്റെ സ്ക്വയറും നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. കുറച്ചും കൂടി എക്സാമ്പിൾസ് കാണിക്കാം. നെക്സ്റ്റ് 95 സ്ക്വയർ എന്ന് പറഞ്ഞ നമ്പറിൻ്റെ സ്ക്വയർ കാണണമെന്ന് വിചാരിക്കും. ഇനി വരിക 5ൻ്റെ സ്ക്വയർ എത്രയായിരിക്കും വരിക 25. ഇനി ഇവിടെ ഏതാ നമ്പർ 9 അല്ലേ. 9ൻ്റെ നെക്സ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാ നെക്സ്റ്റ് നാച്ചുറൽ നമ്പർ 10. 9 into 10 എത്രയാ 90. സോ വാട്ട് ഇറ്റ് വിൽ ബി ഹിയർ 90 അല്ലേ. സോ അപ്പോൾ എന്ത് വരും 9025. ദാറ്റ് വിൽ ബി ദ ആൻസർ. മറ്റൊരു എക്സാമ്പിൾ പറയാം, കുറച്ചുകൂടി ബിഗർ നമ്പർ എടുത്തിട്ട് ചെയ്ത് നോക്കാം. 125 സ്ക്വയർ കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കും. എത്ര ഡിജിറ്റ് ആയാലും നമുക്കതുപോലെ ചെയ്യാൻ പറ്റും. ഇവിടെ വരുന്ന 5 ആയതുകൊണ്ട് സ്ക്വയർ ഏത് വരുന്നത് ഞാൻ പറഞ്ഞു 25. ഇനി അതിൻ്റെ തൊട്ട് മുന്നേയുള്ള 2 നമ്പർ നോക്കുക. ഒരു നമ്പർ അല്ല, 2 ഒരുമിച്ച് എടുക്കുക. ഏതാ 12 അല്ലേ. 12 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ ഏതാ 13. അപ്പോൾ 12 into 13 ആണ് നമ്മൾ ആലോചിക്കുന്നത്. 12നെ 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കറിയാം 12 into 13 എന്ന് പറഞ്ഞാൽ 156 അല്ലേ. അപ്പോൾ 156 എന്ന് വരും. അതിവിടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 15,625. 2-3 സെക്കൻഡ് മതി നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട്. ഒരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. 145 സ്ക്വയർ വേറൊരു ബിഗർ നമ്പർ. ഇനി വരിക പറയാൻ പറ്റും 5ൻ്റെ സ്ക്വയർ എന്തായിരിക്കും അവസാനം വരിക
25 അല്ലേ. 14 കഴിഞ്ഞ നെക്സ്റ്റ് നമ്പർ ഏതാ? 15. അപ്പോൾ 14 ഏതുകൊണ്ടാണ് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞത്? നെക്സ്റ്റ് നമ്പർ ഏതാ? 15. 14 ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയായിരിക്കും വരിക? 14 ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ 210 അല്ലേ. അപ്പോൾ എത്ര വരും? 210 ദെൻ 25. അപ്പോൾ ഫൈനൽ ആൻസർ പറയുകയാണെങ്കിൽ 21,025. അപ്പോൾ നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാനാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. നമുക്കറിയാം മാത്തമെറ്റിക്സിൽ കാൽക്കുലേഷൻ എത്ര ഫാസ്റ്റായിട്ട് ചെയ്യണോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടൈം ഒരുപാട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് മാത്സിൽ. അപ്പോൾ ആ ടൈം സേവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് വളരെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.